ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ ടെൻഡൻസി വരിക, അല്ലെങ്കിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി വരിക, രാത്രി തന്നെ ഒരുപാട് തവണ നമ്മൾ മൂത്രമൊഴിക്കാൻ വേണ്ടി എണീക്കുക, അല്ലെങ്കിൽ നമുക്ക് മൂത്രത്തിന് ഫ്ലോ കുറവ്, അല്ലെങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പിന്നെ ഉറ്റുന്ന പോലെയൊക്കെ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറ്. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂത്രാശയത്തിൻ്റെ അടിയിലായിട്ടുള്ള ചെറിയൊരു ഗ്രന്ഥിയാണ്. ഇത് പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത്. ഇത് വീങ്ങുകയും മൂത്രതടസ്സം ഉണ്ടാക്കുകയൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ചെയ്യാറ്. ഇത് ചെയ്യുമ്പോൾ നമുക്കതിൽ വീക്കുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. സാധാരണയായിട്ട് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് നമ്മളിത് കോമൺ ആയിട്ട് കാണപ്പെടാറ്. എങ്കിലും യുവാക്കളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കണ്ടുവരാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് രക്തപരിശോധനയും വേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ യൂറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂറിനറി ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് PSA ആൻറ്റിജൻ്റെ ഒരു ടെസ്റ്റ്. അത് എത്രത്തോളം ഈ ഗ്രന്ഥിയുടെ വീക്കം ഉണ്ട് എന്നറിയാൻ നമ്മളെ സഹായിക്കും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങളുടെ തീവ്രതക്കനുസരിച്ചിട്ടാണ്. ഹോമിയോപ്പതി ചികിത്സയിൽ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിനുകളുണ്ട്. അതുപോലെ തന്നെ എന്താണോ മറ്റു ലക്ഷണങ്ങൾ, യൂറിൻ ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയും നൽകി വരുന്നുണ്ട്. ആളുകളിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്രായമാവുന്നതോടുകൂടി മൂത്രാശയ രോഗങ്ങൾ വരും എന്നുള്ളത്. അത്തരത്തിൽ അങ്ങനെയല്ല. അത് കൃത്യമായി ലക്ഷണം നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇതിൻ്റെ ലക്ഷണങ്ങളും ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്.